ദിവസവും പുതിയ ടിപ്സുകൾ ലഭിക്കുന്നതിന് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓരോ ടിപ്സുകളുടെയും നോട്ടിഫിക്കേഷൻസ് മുടങ്ങാതെ നിങ്ങൾക്ക് കിട്ടുന്നതിന് ബെൽ ബട്ടൺ കൂടി അമർത്തുക. നമസ്കാരം. നമ്മളൊരു ഹൗസ് ലോൺ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ എത്ര രൂപ വരെ നമുക്ക് ഹൗസ് ലോൺ എടുക്കാം, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. പലപ്പോഴും നമുക്ക് ഏറ്റവും കൂടുതൽ വായ്പകളിലൊന്നാണ് ഭവന വായ്പ. നമ്മൾ ഓൾറെഡി പറയാം, വീട് പണിയാനുള്ള ചെലവും എല്ലാം വളരെ കൂടുതലായതുകൊണ്ട് തന്നെ എത്ര പണം കിട്ടിയാലും നമുക്കതിന് തികയില്ല. വീടിന്റെ കാര്യത്തിനായതുകൊണ്ട് ബാങ്ക് എത്ര തുക വരെ നൽകും എന്നുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നത് കൊണ്ട് പലർക്കും പറ്റുന്നതാണ് വലിയ തുക എടുക്കും. എന്നിട്ട് സ്ഥലത്തിന്റെ വിലയും വീടിന്റെ നിർമ്മാണ ചെലവും ഒക്കെ കുറച്ച് കൂട്ടി കാണിച്ചിട്ട് ഒരുപാട് എമൗണ്ട് എടുക്കുന്ന ഒരു ട്രെൻഡ് ഉണ്ട്. അപ്പം വീട് നിർമ്മിച്ച ശേഷം ബാക്കിയുള്ള തുക മറ്റ് ആവശ്യങ്ങൾക്ക് ചെലവഴിക്കാൻ വേണ്ടിയും കൂടെ ഉദ്ദേശിച്ചാണ് പലരും ഇങ്ങനെ ചെയ്യുന്നത്. എന്നാൽ ഇതിൽ ഒത്തിരി അപകടങ്ങളുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ ഡ്യൂറേഷനുള്ള ഒരു ലോണാണ് ഭവന വായ്പ, അല്ല നമ്മുടെ ഹൗസ് ലോൺ. കാരണം കുറച്ച് ടൈം പീരീഡ് അല്ല, കുറച്ച് നല്ല കാലയളവുണ്ട്. അപ്പം ഒരാളുടെ ആയുഷ്കാലം മുഴുവൻ ചിലപ്പോൾ ഇതിന് നീണ്ടു നിന്നെന്ന് വരാം. മാസവരുമാനത്തിന്റെ നല്ലൊരു പങ്ക് നമുക്ക് ഹൗസ് ലോൺ അടച്ച് അതിന്റെ തിരിച്ചടവിന് വേണ്ടി തന്നെ ചെലവഴിക്കേണ്ടി വരും. പിന്നീട് മറ്റൊരു കാര്യങ്ങൾക്കോ മറ്റ് സമ്പാദ്യത്തിനോ ഒന്നും നമുക്ക് കയ്യിൽ പണം ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലോട്ട് എത്തിക്കും. ഇതാണ് ഹൗസ് ലോൺ എടുക്കുന്നവർക്ക് മിക്കവാറും സംഭവിക്കാറുള്ളത്. മാത്രമല്ല, ഏതെങ്കിലും ഒരു കാരണവശാല് നമ്മുടെ തിരിച്ചടവൊന്ന് മുടങ്ങി പോവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ കഷ്ടപ്പെട്ട് നമ്മളൊരു ആയുസ് എടുത്തുണ്ടാക്കിയ കിടപ്പാടം തന്നെ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ ബാക്കി ലക്ഷ്യങ്ങൾക്ക് കൂടെ നമുക്ക് പിന്നീട് സമ്പാദിക്കേണ്ടി വരും, അല്ലെ സേവ് ചെയ്യേണ്ടി വരും എന്നൊക്കെ ആലോചിച്ച് മാത്രം ഭവന വായ്പ എടുക്കുക. ഭവന വായ്പയുടെ പ്രതിമാസ അടവിനൊപ്പം മറ്റ് ആവശ്യങ്ങൾക്കും പണം നീക്കി വെക്കണം. വായ്പ കിട്ടുമെന്നതുകൊണ്ട് മാത്രം കൂടുതൽ തുക മുടക്കി വലിയ വീട് വെക്കേണ്ടതില്ല. പലപ്പോഴും ഭാവിയിൽ ഉണ്ടാകുന്ന വരുമാന വർധനവ് കൂടി മനസ്സിൽ കണ്ടായിരിക്കണം ഉയർന്ന വായ്പ എടുക്കുന്നത്. എന്നാൽ ഈ വരുമാന വർധന പ്രതീക്ഷിക്കുന്ന അളവിലോ രീതിയിലോ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഉയർന്ന തുകയ്ക്കുള്ള വായ്പയായാൽ തിരിച്ചടവ് മുടങ്ങുന്നതിനുള്ള സാധ്യതയും വർദ്ധിക്കും. ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം വരുന്ന സമയത്ത് മറ്റൊരു വായ്പ നമുക്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒരു മാസം അടയ്ക്കേണ്ട ആ ഒരു തവണ മാസ വരുമാനത്തിന്റെ 30% മുകളിൽ പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമുക്ക് ഇപ്പം ഒരു 50,000 രൂപ സാലറി ഉള്ള ഒരാളാണെങ്കിൽ 15,000 മുകളിൽ അടയ്ക്കേണ്ട ഒരവസ്ഥയിലോട്ട് വരരുത്. അങ്ങനെ പോയെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ചെലവുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഇതിന്റെ കൂടെ ടാലി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ബാങ്കുകൾ മാസ വരുമാനത്തിന്റെ 50% വരെ ആണെങ്കിലും നമുക്ക് ലോൺ തരും. അതായത് ഇപ്പൊ ഒരു 50,000 ഉള്ള ആൾക്ക് 25,000 രൂപ വരെയും ഓരോ മാസം അടയ്ക്കുന്ന രീതി വരെ നമുക്ക് ലോൺ കിട്ടും. പക്ഷെ നമ്മളത് ശ്രദ്ധിക്കണം. കാരണം അത്രയും ഒരു സാലറിയുടെ പകുതി അതിന് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മിച്ചം വെക്കാനോ ചെലവുകൾക്കോ ഒക്കെ ചിലപ്പം ഉണ്ടായെന്ന് വരില്ല കയ്യിൽ. ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നിർമ്മിക്കുന്നതല്ലേ ഇത്, ഭാവിയിലെ ആവശ്യങ്ങൾക്കെല്ലാം പ്രയോജനപ്പെടട്ടെ എന്ന് കരുതി വലിയ വീട് നിർമ്മിക്കുന്നവരുണ്ട്. പക്ഷെ മാസശമ്പളക്കാരായവർ ഭവന വായ്പ എടുത്ത് വീട് വെക്കുമ്പോൾ ഇങ്ങനെയുള്ള ചിന്താഗതിയൊന്നും വെക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. നമ്മുടെ ബഡ്ജറ്റിൽ നിന്നുകൊണ്ടൊരു കിടക്കാടം അല്ലെ ഒരു വീടെന്ന രീതിയിൽ ചിന്തിച്ച് ഒരു വീട് വെക്കുന്നതാണ് ഒന്നുകൂടെ നല്ലത്. ഏറ്റവും നല്ലത് 2-3 നിലയായിട്ട് പണിയുന്നതാണ്. കാരണം ആദ്യ നില പൂർത്തിയാക്കി മുകളിലോട്ടുള്ള നിലകൾ ആവശ്യമുണ്ടാക്കുന്ന സന്ദർഭങ്ങളിൽ മാത്രം പണിതാൽ മതിയാവും. ഉദാഹരണത്തിന് ഇപ്പോഴത്തെ ചെറിയ കുട്ടികൾ വലുതാകുമ്പോൾ ഉപയോഗിക്കാൻ ഇപ്പോഴേ മുറി പണിത് തുടങ്ങേണ്ട ആവശ്യം സത്യത്തിൽ ഇല്ല. ഇപ്പോഴത്തെ സാമൂഹ്യ ചുറ്റുപാടിനനുസരിച്ച് കുട്ടികൾ വലുതായി കഴിഞ്ഞാൽ വീട്ടിൽ പോലും കാണാറില്ല. പ്രായമായ അപ്പനും അമ്മയുമാണ് ഇപ്പോൾ ഉള്ള വലിയ വീടുകളിലെല്ലാം നമ്മൾ നോക്കിയേ കാണുന്നത്. വലിയ വീടുകളാണെങ്കിലും ചെറിയ വീടുകളാണെങ്കിലും ഒക്കെ കൂടുതലും പ്രായമായ അപ്പനും അമ്മയും മാത്രമേ ഉണ്ടാവാറുള്ളൂ. ബാക്കിയുള്ള കുഞ്ഞുങ്ങളൊക്കെ ഒരു പ്രായം കഴിഞ്ഞാൽ ഹോസ്റ്റലിലും അത് കഴിഞ്ഞ് ജോലി സ്ഥലത്തും വിദേശത്തും ഒക്കെയാണ്. അപ്പൊ പിന്നെ ഇത്രയും വലിയ വീട് ഇവർക്ക് ഭാവിയിലത്തേക്ക് ആവശ്യം വന്നാലോ എന്നോർത്ത് പണിഞ്ഞിടേണ്ട കാര്യമുണ്ടോ? ഒറ്റപ്പെടൽ ഒഴിവാക്കാൻ വീടിന്റെ ഒരു ഭാഗം വാടകയ്ക്ക് നൽകുന്നത് വളരെ നല്ലൊരു പരിപാടിയാണ്. കാരണം മക്കളും വീട്ടിലില്ല, പ്രായമായവർ അല്ലെങ്കിൽ അപ്പനമ്മ മാത്രമേ ഉള്ളൂ, മക്കളൊക്കെ പഠിക്കുന്ന ഒരു സ്റ്റേജ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ 2 നിലയായിട്ടൊക്കെ വെച്ചാൽ 1 നില വാടകയ്ക്ക് കൊടുക്കുകയൊക്കെ ചെയ്യാം.
അതിന് വീട് 2 നിലയായിട്ട് പണിയുന്നെങ്കിലേ നമുക്ക് അതിന് പറ്റുള്ളൂ. പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ആളുടെ വരുമാനം കണക്കാക്കിയാണ് ബാങ്കുകൾ വായ്പയുടെ തുക നിശ്ചയിക്കുന്നത്. അപ്പം നമുക്ക് ആവശ്യമുള്ളത്ര തുകയ്ക്ക് അർഹനല്ലെങ്കിലും നമുക്ക് മാർഗമുണ്ട്. അതായത് ഒറ്റയ്ക്ക് അപേക്ഷ നൽകാതെ വരുമാനമുള്ള ഭാര്യയോ പിതാവിനെയോ കൂടെ കൂട്ടി അങ്ങനെ ചെയ്യാം. അപ്പം ആരെങ്കിലുമായി ചേർന്ന് സംയുക്തമായിട്ടൊരു അപേക്ഷ നൽകി കഴിഞ്ഞാൽ നമുക്ക് എമൗണ്ട് കിട്ടാൻ നല്ലതാണ്. പിന്നെ ഭാര്യയെ വായ്പ പങ്കാളിയാക്കുന്നെങ്കിൽ വീടും സ്ഥലവും അവരുടെ കൂടെ പേരിൽ വാങ്ങണം. എങ്കിലേ ആദായ നികുതി ഇളവിനൊക്കെ ഭാര്യയ്ക്ക് അർഹത ഉണ്ടാവുകയുള്ളൂ. എങ്കിലും കഴിവതും നമുക്ക് പറ്റുന്ന ബഡ്ജറ്റിനുള്ളിൽ നിന്നുകൊണ്ട് മാത്രം ഭവനം പണിയുവാനായിട്ട് ശ്രദ്ധിക്കാം. കിട്ടുന്ന എമൗണ്ടിന് നമുക്ക് ആവശ്യത്തിൽ കൂടുതലുള്ളത് പോലും തരാനുള്ള സാധ്യതകളുണ്ട്, ബാങ്കുകളുടെ ഇതിനകത്തുണ്ട്. എങ്കിലും നമ്മൾ നമ്മുടെ ചെലവുകൾ മറ്റ് ആവശ്യങ്ങളെല്ലാം കണക്കിലെടുത്ത് ഒരായുസ് മുഴുവൻ വീടിന്റെ ലോൺ അടച്ച് തീർത്തുകൊണ്ടിരിക്കാതെ മറ്റു കാര്യങ്ങളും കൂടെ നമുക്ക് ഉണ്ടെന്നുള്ള ബോധ്യത്തിൽ ആ ഒരു ബഡ്ജറ്റിൽ നിൽക്കുന്ന വീടുകൾ പണിയുവാനായിട്ട് ശ്രദ്ധിക്കാം.